നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് അവസാന മണിക്കൂറുകളിൽ സർവ്വായുധങ്ങളും തേച്ചു മിനുക്കുകയാണ് മുന്നണികളും പി വി അൻവറും. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നൽകിയ ആവേശത്തിലാണ് UDF ക്യാമ്പുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പൊതുയോഗങ്ങളിലെ വലിയ ജനപങ്കാളിത്തം ഇടതു കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ കൂട്ടുന്നു. യൂസഫ് പഠാന്റെ റോഡ് ഷോ ഹിറ്റായതോടെ മുൻനിരയിലേക്ക് പി വി അൻവറും എത്തിക്കഴിഞ്ഞു. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരെ വീഴ്ത്തുമെന്നതാണ് മുന്നണികളിലെ പ്രധാനപ്പെട്ട ആശങ്ക. BJPയും കഴിഞ്ഞ തവണത്തെ വോട്ടെങ്കിലും നിലനിർത്താനുള്ള കഠിനമായ പരിശ്രമം നടത്തുന്നുണ്ട്. വിശദാംശങ്ങളുമായി CV അനുമോദും VV അരുണും നിലമ്പൂരിൽ നിന്ന് ചേരുന്നു. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയങ്കയും പിണറായിയും ഒക്കെയായി ഒപ്പം PV അൻവറിന്റെ റോഡ് ഷോയും ഒക്കെയായി എന്തായാലും ആവേശം നിറഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമാണ് കടന്നു പോകുന്നത്. നാളെ വൈകുന്നേരം വരെ സമയമുണ്ട്. ഈ അവസാന നിമിഷം ഈ ആവേശം ഏതൊക്കെ രീതിയിൽ പുറത്തെടുക്കാനാണ് ആലോചനകൾ നടക്കുന്നത്? ശ്രീജ, ഇനി 48 മണിക്കൂർ മാത്രമാണ് പരസ്യ പ്രചാരണത്തിന് ശേഷിക്കുന്നത്. നാളെ വൈകുന്നേരത്തോടെ അത് അവസാനിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതുവരെ ഓരോ ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങൾ മുൻനിർത്തി നടത്തിയ പ്രചരണങ്ങളൊക്കെ അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. എല്ലാം ചർച്ചയാവുന്ന ഒരു നിലമ്പൂരാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. വന്യജീവി വിഷയങ്ങളും പെൻഷൻ പ്രശ്നവും അതിനു പുറമെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടും ഇസ്രായേൽ യുദ്ധം വരെ നിലമ്പൂരിൽ വലിയ പ്രചരണ വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. ഇന്നിനി പ്രധാനമായിട്ടും ഏതെല്ലാം കാര്യങ്ങൾ ഇതിന്റെ എല്ലാം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളാകും മുന്നണികൾ ഉന്നയിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇന്നിപ്പോൾ രാവിലെ അരുൺ ഷൗക്കത്ത് പറഞ്ഞത് വനനിയമങ്ങളെ കുറിച്ചായിരുന്നു. ഇതേ വന്യനിയമം ഉള്ളപ്പോഴാണ് UDF ഭരിക്കുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ പരിഹരിച്ചിരുന്നതെന്ന് പറയുമ്പോൾ വനനിയമത്തിന്റെ പ്രശ്നമല്ല, അത് നടപ്പിലാക്കുന്നതിന്റെ കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രശ്നമാണെന്ന് അരുൺ ഷൗക്കത്ത് പറഞ്ഞു വയ്ക്കുകയാണ്. ഒപ്പം തന്നെ PV അൻവറിന്റെ റോഡ് ഷോയിലെ ജനപങ്കാളിത്തം അത് ഇരു മുന്നണികൾക്കും ആ വോട്ടായി മാറും, അൻവർ അത് വോട്ടായി മാറുന്ന ഒരു ആൾക്കൂട്ടമാകുമോ എന്നൊരു ആശങ്ക നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞ് സ്വരാജ് ആകട്ടെ അരുൺ ഷൗക്കത്ത് ആകട്ടെ അക്കാര്യത്തിൽ ആശങ്കകളില്ല എന്ന് പറയുകയാണ്. പക്ഷേ അൻവർ പിടിക്കുന്ന വോട്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക. ഇതിന്റെ ഫലം നിർണ്ണയിക്കുന്നതിൽ, വിധി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഇന്ന് KC വേണുഗോപാലും PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ശിഹാബ് തങ്ങളും ഒക്കെ സജീവ പ്രചരണത്തിന് ഇറങ്ങുന്ന ഒരു ദിവസം കൂടിയാണ്. അവരെല്ലാം തന്നെ ഫീൽഡിൽ വിവിധ കുടുംബയോഗങ്ങളിലും പൊതുസമ്മേളനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. UDFനെ സംബന്ധിച്ച് അവരുടെ കരുത്തുള്ള കോട്ടകളിൽ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ രംഗത്തിറക്കി ഓരോ വോട്ടും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFന്റെ കോട്ടത്തലങ്ങളിലാണ് PV അൻവർ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് എന്നതുകൂടി ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ UDF അവരുടെ മുൻനിര നേതാക്കളെ എല്ലാം രംഗത്തിറക്കി ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. അൻവർ ഇന്ന് നിലമ്പൂർ നഗരസഭാ മേഖലയിലാണ് കൂടുതൽ പ്രചരണത്തിനായി നിശ്ചയിച്ചിരിക്കുന്നത്. LDFന്റെ റോഡ് ഷോയും വഴിക്കടവിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. SDPയുടെ റോഡ് ഷോയും വഴിക്കടവിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. അത്തരത്തിൽ സജീവമായി ഇനിയുള്ള സമയം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികളെല്ലാം തന്നെ. ശ്രീജ, ശരി. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി അടക്കം വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും നടത്തുന്നത് തോൽവി മുന്നിൽ കണ്ടെന്നാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. UDF ചരിത്ര ഭൂരിപക്ഷം നേടുമെന്നും ഷൗക്കത്ത് പറഞ്ഞു. തോൽവി കൃത്യമായിട്ടും അറിഞ്ഞ മുന്നണിയായി ഇടതുപക്ഷം മാറി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇവിടെ ചെയ്യുന്ന ഓരോ പരിപാടികൾ നിങ്ങൾക്കറിയാലോ. പല വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, പല പ്രലോഭനങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പരമാവധി അവർ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തൃക്കാക്കരയിൽ പ്രയോഗിച്ചിരുന്നു, പാലക്കാട് പ്രയോഗിച്ചിരുന്നു, അതുപോലെ പുതുപ്പള്ളിയിലും പ്രയോഗിച്ചിരുന്നു. ഇതൊക്കെ അവിടേക്ക് അത് പ്രയോഗിച്ചപ്പോൾ നമുക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുക ചെയ്തത്. നേതാക്കൾ മുഖ്യമന്ത്രി മണ്ഡലത്തിൽ വരുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ അസ്വസ്ഥരാകുന്നത് എന്തിനെന്ന് സ്വരാജ് ഭയമില്ലെന്ന് പറയുകയും അസ്വസ്ഥരാവുകയും ചെയ്യുകയാണ് UDF. വന്യജീവി പ്രശ്നം കോൺഗ്രസ് ഉയർത്തുകയാണെങ്കിൽ അത് സ്വാഗതാർഹമെന്നും സ്വരാജ് പറഞ്ഞു. കോൺഗ്രസിന്റെ നേതാക്കന്മാര് മുഖ്യമന്ത്രി ഇവിടെ മണ്ഡലത്തിൽ വരുമ്പോൾ അതിനെ വിമർശിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. UDFന്റെ ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരുന്നത് സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവായ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു മുന്നണിയുടെ പ്രചരണത്തിന് ആര് വരണം എന്നൊക്കെ ആ മുന്നണിയല്ലേ തീരുമാനിക്കുന്നത്. മറ്റുള്ളവർക്ക് അതിലെന്ത് കാര്യം? അവരവരുടെ കാര്യം നോക്കുന്നു പറയാനല്ലാതെ
മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി വന്നപ്പോൾ എന്തായിരുന്നു നാടിന്റെ പ്രതികരണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ അസ്വസ്ഥതയ്ക്ക് ഇപ്പം നമുക്ക് പരിഹാരമൊന്നും ചെയ്യാനില്ല. പ്രിയങ്ക ഗാന്ധിയെ പരിഹസിച്ച് സ്വരാജ്. അബദ്ധം പറയുന്നവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് സ്വരാജ് ചോദിച്ചു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പെൻഷൻ കൊടുക്കുന്നു എന്ന പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശത്തിലാണ് പ്രതികരണം. പെൻഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് എന്ന് കേരളത്തിൽ വന്ന ഒരാൾ പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ? പെൻഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണോ കൊടുക്കുന്നത്? ഇടയ്ക്ക് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് ചില മാസങ്ങളിൽ കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുകയല്ലേ ചെയ്തത്. ഈ മാസം കൊടുത്തത് ഈ മാസത്തെ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയാണ് കൊടുത്തത്. അത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട്, കേസെടുക്കാൻ നിയമവുമില്ല. പക്ഷെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സംസാരിക്കുന്നതാണ് എല്ലാവരെയും കുറിച്ച് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകാൻ നല്ലത്. അല്ലെങ്കിൽ ആളുകൾ അത് തിരിച്ചറിയുകയും പറയുന്നവരോടുള്ള മതിപ്പ് കുറയുകയും ചെയ്യും. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമായിരുന്നു, UDFന്റെ ആ ഒരു ബന്ധം ഉയർത്തി കാണിച്ചായിരുന്നു വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടന്നത്. ഈ പെൻഷൻ വിഷയം കാര്യമായി തൊടാൻ നിൽക്കില്ല എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇപ്പോൾ കൃത്യമായി സ്വരാജ് അതിനൊരു മറുപടി പറയുന്നുണ്ട്. ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ വന്യജീവി പ്രശ്നം, പെൻഷൻ, അല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം, അങ്ങനെ ഈ വിഷയങ്ങൾക്കപ്പുറം പുതിയ വിഷയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ ഇത് സജീവമായി തന്നെ നാളെ വൈകുന്നേരം വരെയുള്ള സമയത്ത് ഈ വിഷയങ്ങൾ സജീവമായി തന്നെ നിലനിൽക്കുമോ? ശ്രീജ, പെൻഷൻ വിഷയം തുടക്കം മുതൽ ഇടതുമുന്നണി ഉന്നയിച്ചിരുന്നു. KC വേണുഗോപാലിന്റെ കൈക്കൂലി പരാമർശമായിരുന്നു ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ പ്രചരണ ആയുധം ആദ്യഘട്ടത്തെ തെരഞ്ഞെടുപ്പിന്റെ. പിന്നീട് അതിനെ KC വേണുഗോപാൽ തിരുത്തു പറഞ്ഞു. ഇങ്ങനെ ഞാൻ അവരെ അവമാനിച്ചതല്ല, പകരം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ കൊടുക്കുന്നത്, അതായത് ആ കാര്യം മാത്രമാണ് എതിർത്തത്. ഇന്നലെ മുഖ്യമന്ത്രി പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാർ നേരത്തെ തന്നെ തീരുമാനമെടുത്തു, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കും, ഉചിതമായ സമയത്ത് വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയും പറയുന്നുണ്ട്. പെൻഷനെ K കരുണാകരന്റെ കാലത്തോട്ട് കർഷക ക്ഷേമ പെൻഷനെ തൊട്ട് എതിർത്ത കാര്യങ്ങൾ ഇടതുമുന്നണി പറയുന്നുണ്ട്. പെൻഷൻ വിഷയം സജീവ ചർച്ചാ വിഷയം തന്നെയാണ് തുടക്കം മുതൽ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയത്തിൽ. അതിനിടയിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയമൊക്കെ വന്ന് പോകുന്നത്. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. ഏതായാലും പെൻഷൻ വിഷയത്തിന് ഇടതുമുന്നണിയുടെ ആരോപണം, കോൺഗ്രസും വിമർശനം വന്നിട്ടും പിന്മാറിയില്ല. പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കാതെ കുടിശ്ശികയിട്ട് അതിനുശേഷം ഒരു വീഡിയോ നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടതാണ്. ഷാഫി പറമ്പിലും വിഷ്ണുനാഥും ഒരുമിച്ചിരുന്നുള്ള ഒരു വീഡിയോ, പെൻഷൻ കൂട്ടിയത് ആരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിന് പ്രതികരണവുമായി CPM ഇടത് കേന്ദ്രങ്ങൾ വരികയും ചെയ്തു. ഏതായാലും പെൻഷൻ സജീവ ചർച്ചാ വിഷയം തന്നെയാണ് തുടക്കം മുതൽ, ഇപ്പോഴും അത് അങ്ങനെയാണ്. വന്യജീവി മേഖലയിലെ പ്രശ്നം, അല്ലെങ്കിൽ വനമേഖലയിലെ പ്രശ്നങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ആ രീതിയിൽ വലിയ വിഷയമായി നിൽക്കുന്നു. അതിനിടയിൽ